തിരക്കേറിയ റോട്ടിലൂടെ ഒരു പെൺകുട്ടി പതുക്കെ നടന്നു വരികയാണ്. അവൾക്ക് 10 വയസ്സ് മാത്രം പ്രായം. പ്രായത്തേക്കാൾ വലുതായി തോന്നുന്ന ക്ഷീണം മുഖത്ത്. കീറിപ്പറഞ്ഞ മുഷ്ണ വസ്ത്രം ധരിച്ച കാലിൽ ചെരുപ്പുകളില്ലാതെ അവൾ നടക്കുകയാണ്. റോഡിലൂടെ ബസ്സുകളും ലോറികളും ചീറിപ്പായുന്നു. അവൾ ഓരോ പടി വയ്ക്കുമ്പോഴും ആ കുഞ്ഞു ഹൃദയം അതിവേഗത്തിലിടിക്കുന്നു. ചുറ്റുമുള്ള ലോകം അവൾ കാണുന്നില്ല. ഹോൺ ശബ്ദം കേൾക്കുന്നില്ല. ഒരു പഴയ പ്ലാസ്റ്റിക് ബാഗ് കയ്യിൽ ശക്തിയായി പിടിച്ചിട്ടുണ്ട്. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു, ഉറക്കമില്ലായ്മ കൊണ്ടും കണ്ണുനീർ കൊണ്ടും. എന്നിട്ടും ആ റോഡിലൂടെ എന്തിനു വേണ്ടി നടക്കുകയാണ്. അതെ, അവളുടെ പേരാണ് മീനുക്കുട്ടി. അന്ന് രാവിലെയായിരുന്നു അവളുടെ അമ്മ ശ്രീദേവിയെ ഹൃദയസംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് അവൾ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ അമ്മ ആശുപത്രിയിലെത്തിയപ്പോൾ ഉറ്റയവരും ഉടയവരുമില്ലാത്ത ആ കൊച്ചുകുഞ്ഞി എന്തു ചെയ്യുമെന്നറിയാതെ ആശുപത്രിയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. നഴ്സുമാർ വന്ന് കുട്ടിയോട് ഗൗരവത്തിൽ പറഞ്ഞു, നിനക്ക് മറ്റാരുമില്ലേ? നിന്റെ അമ്മയെ ഐസിയുവിലേക്ക് മാറ്റണം. ഇപ്പോൾ തന്നെ തുടർ ചികിത്സ വേണം. ഇപ്പോൾ തന്നെ അതിനുള്ള പണം അടയ്ക്കണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ചികിത്സ തുടങ്ങുവാൻ പറ്റുകയുള്ളൂ. നിനക്ക് പരിചയമുള്ള ആരെങ്കിലും വിളിച്ച് പണം ഉടനെ തന്നെ സംഘടിപ്പിക്കണം. പണമില്ലെങ്കിൽ ഇവിടെ ചികിത്സ ചെയ്യുവാൻ പറ്റുകയില്ല എന്ന് നഴ്സുമാർ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. മീനുക്കുട്ടിക്ക് നഴ്സുമാരുടെ ആ വാക്കുകൾ അവളുടെ കാതിൽ ഇടിമുഴക്കം പോലെ തോന്നി. അവൾക്ക് ഈ ലോകത്തിൽ ആകെയുള്ളത് അമ്മ മാത്രമാണ്. അമ്മയില്ലാത്ത ഈ ലോകത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. പണം ചോദിക്കാൻ അവൾക്ക് ആരുമില്ല. പണം കണ്ടെത്തുവാൻ ഒരു വഴിയുമില്ല. അവളുടെ മനസ്സ് എന്തു ചെയ്യണമെന്നാലോചിച്ച് ചിന്തയിലായി. അപ്പോഴാണ് ഒരു മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. അതെ, പേരുകേട്ട ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമയായ രാജേന്ദ്ര വർമ്മയുടെയായിരുന്നു അത്. പക്ഷേ അവൾ പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് പണവും പ്രശസ്തിയും മാത്രം മതി. പണത്തിനു വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും. പാവങ്ങളോട് കരുണയില്ലാത്ത ഒരാളാണ് രാജേന്ദ്ര വർമ്മ എന്ന് മാത്രമായിരുന്നു. പക്ഷേ മീനുക്കുട്ടിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ അവൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ അരികിലേക്ക് നിറകണ്ണുകളുമായി നടക്കുകയാണ്. അവളുടെ അമ്മയ്ക്ക് വേണ്ടി, അവളുടെ അമ്മയെ രക്ഷിക്കണം എന്ന് മാത്രമാണ് ചിന്ത. രാജേന്ദ്ര വർമ്മയുടെ വലിയ പടുകൂറ്റൻ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പടുകൂറ്റൻ വാതിൽ തുറന്ന് വിറയ്ക്കുന്ന കൈകളാൽ അവൾ അകത്തേക്ക് കയറി. എന്നാൽ അവിടെ കണ്ട കാഴ്ച അവൾ ഞെട്ടിക്കുന്നതായിരുന്നു. അവിടെ നിൽക്കുന്ന എല്ലാവരും വില കൂടിയ ഷർട്ടും പാൻസും എല്ലാം ധരിച്ച് അവിടെ നിൽക്കുകയാണ്. എന്നാൽ അവളെ അകലെ നിന്ന് തന്നെ സെക്യൂരിറ്റി കണ്ടപ്പോൾ സെക്യൂരിറ്റി അവളുടെ അരികിലേക്ക് ഓടിച്ചെന്നു. ഗൗരവത്തിൽ ദേഷ്യപ്പെട്ട് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ വന്നത്? നിനക്ക് എന്താണ് വേണ്ടത്? മീനുക്കുട്ടി ഒരു നിമിഷം ഒന്ന് വിറച്ചു. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, എനിക്കിവിടുത്തെ മുതലാളിയെ കാണണം. എന്നാൽ ഇത് കേട്ട സെക്യൂരിറ്റി ദേഷ്യത്തിൽ തന്നെ അവളുടെ കൈകൾ പിടിച്ചു വലിച്ച് പുറത്താക്കുവാൻ നോക്കി. എന്നാൽ മീനുക്കുട്ടി അവിടെ നിന്ന് ഉറക്കെ കരയുവാൻ തുടങ്ങി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അവൾ അവിടെ നിന്ന് കരഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് രാജേന്ദ്ര വർമ്മയുടെ പേഴ്സണൽ സെക്രട്ടറിയായ ഗൗരി നടന്നു വരുന്നത്. തിരക്കുകൾക്കിടയിലും ആ കൊച്ചു പെൺകുട്ടി കരയുന്നത് ഗൗരി അകലെ നിന്ന് കണ്ടു. ഗൗരി മീനുക്കുട്ടിയുടെ അരികിലേക്ക് ചെന്നു. ശേഷം സ്നേഹത്തിൽ തന്നെ ചോദിച്ചു, മോളെ, നീ എന്തിനാണ് കരയുന്നത്? മീനുക്കുട്ടി തൻ്റെ സങ്കടങ്ങളെല്ലാം ഗൗരിയോട് തുറന്നു പറഞ്ഞു. ആ കൊച്ചു പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഗൗരിക്ക് സങ്കടം തോന്നി. പിന്നീട് മീനുക്കുട്ടിയുടെ കൈകൾ പിടിച്ച് ഗൗരി രാജേന്ദ്ര വർമ്മയുടെ അരികിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഗൗരി ആ കുട്ടിയുടെ കൈകൾ പിടിച്ച് രാജേന്ദ്ര വർമ്മയുടെ അരികിലെത്തി. രാജേന്ദ്ര വർമ്മയാകട്ടെ ഗൗരവത്തിൽ തൻ്റെ ബിസിനസ്സിൻ്റെ ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് പണവും ബിസിനസ്സും മാത്രം മതിയാണ് എന്ന് പലരും പറയും. എന്നാൽ അദ്ദേഹത്തിന് മനുഷ്യത്വത്തിന് വില കൊടുക്കുന്ന ഒരു ഭൂതകാലമുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പരിക്ക സ്വഭാവത്തിൽ എല്ലാവരോടും ദേഷ്യത്തിൽ മാത്രം കാണുന്നത്. ഗൗരി വാതിൽ മുട്ടി അകത്തേക്ക് കയറി. ശേഷം പതുക്കെ പറഞ്ഞു, സാർ, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. എന്നാൽ ഇത് കേട്ട രാജേന്ദ്ര വർമ്മ ദേഷ്യത്തിൽ, ഞാൻ തിരക്കിലാണെന്ന് കണ്ടൂടെ? ഇപ്പോൾ ആരെയും കാണുവാൻ പറ്റുകയില്ല. ഗൗരി പിന്നെയും പറഞ്ഞു, സാർ, ഇതൊരു കൊച്ചു പെൺകുട്ടിയാണ്. ഗൗരിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷത്തേക്ക് രാജേന്ദ്ര വർമ്മ തലപൊക്കി ഒന്ന് നോക്കി. മീനുക്കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് അവളെ ശ്രദ്ധിച്ചു. മീനുക്കുട്ടി ഒരു നിമിഷം കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ എടുത്തു കാണിച്ചു. അതെ, അതിൽ മനോഹരമായി രാജേന്ദ്ര പ്രസാദിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ശേഷം അവൾ അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു, സാർ, എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. എനിക്ക് പണം വേണം. എൻ്റെ അമ്മയെ ചികിത്സിക്കണം. ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ഷൂ തുടയ്ക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് പണം വേണം. ജോലി ചെയ്ത് ഞാൻ ആ കടമെല്ലാം വീട്ടിക്കോളാം എന്ന് മാത്രമായിരുന്നു. അവളുടെ കയ്യിലുള്ള ആ വരികൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ഭൂതകാലം ഓർമ്മ വന്നു. അദ്ദേഹം അവളുടെ അരികിലേക്ക് ചെന്നു.
സ്നേഹത്തിൽ തന്നെ ചോദിച്ചു. കുട്ടി, നിന്റെ അമ്മയ്ക്ക് എന്തു പറ്റിയതാണ്? മീനുക്കുട്ടി നടന്നതെല്ലാം രാജേന്ദ്രവർമ്മയോട് പറഞ്ഞു. മീനുക്കുട്ടി കരഞ്ഞുകൊണ്ട്, എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യാം, എനിക്ക് പണം തന്നാൽ മതി. ഇത് കേട്ട രാജേന്ദ്രവർമ്മ മീനുക്കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഞാൻ ജോലി തരാം. നിന്റെ അമ്മയെ നമുക്ക് രക്ഷിക്കാം. പക്ഷെ നീ എൻ്റെ പ്രിയപ്പെട്ട ഒരാളായി നീ എൻ്റെ ഒപ്പം എന്നും വേണം. അദ്ദേഹം ഗൗരിയെ നോക്കി പറഞ്ഞു, വേഗം തന്നെ കാറെടുക്കൂ, നമുക്ക് മീനുക്കുട്ടിയുടെ അമ്മയുടെ അരികിലേക്ക് ചെല്ലണം. ആ ആശുപത്രിയിലേക്ക് ഉടനെ തന്നെ പോകണം. മീനുക്കുട്ടിയുടെ മുഖം ഒരു നിമിഷം പുഞ്ചിരി തെളിഞ്ഞു. എല്ലാം മാറിമറിയുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. അവളുടെ മനസ്സിൽ ഒരു നിമിഷത്തേക്ക് സന്തോഷം നിറഞ്ഞു. അതെ, ഒരു നിമിഷം കൊണ്ട് മീനുക്കുട്ടിയുടെയും അതുപോലെ തന്നെ രാജേന്ദ്രവർമ്മയുടെയും ജീവിതം മാറിമറിയാൻ പോകുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമയായ രാജേന്ദ്രവർമ്മ ഒരു 10 വയസ്സുകാരിയുടെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്നത് കണ്ട് ഗൗരിയുടെയും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിയിച്ചു. മീനുക്കുട്ടിയെയും കൊണ്ട് രാജേന്ദ്രവർമ്മ കാറിൽ പോകുമ്പോൾ മീനുക്കുട്ടിയെ ചേർത്ത് പിടിച്ചു. നിന്റെ പേരെന്താണ് മോളെ? നിറകണ്ണുകളുമായി മീനുക്കുട്ടി പറഞ്ഞു. എൻ്റെ പേര് മീനു. അമ്മ എന്നെ വിളിക്കുന്നത് മീനുക്കുട്ടി എന്നാണ്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കുകയില്ല, ഞാനുണ്ട് നിന്റെ ഒപ്പം എന്ന് രാജേന്ദ്രവർമ്മ പറഞ്ഞു. ആ വാക്കുകൾ അവൾക്ക് പ്രതീക്ഷയാക്കി. അങ്ങനെ ആ വലിയ കാറിൽ മീനുക്കുട്ടി രാജേന്ദ്രവർമ്മയുടെ ഒപ്പമിരുന്ന് ആശുപത്രിയിലേക്ക് പോകുകയാണ്. അത്ര വലിയ കാർ അവൾ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. AC നിന്ന് വരുന്ന തണുവും ആ വലിയ കാറിൻ്റെ സീറ്റും എല്ലാം അവൾ അവിടെ ഇരുന്നു. അവളുടെ കണ്ണുകളിൽ അവളുടെ അമ്മയുടെ ഓർമ്മ മാത്രമായിരുന്നു. നഗരത്തിലെ തിരക്കേറിയ റോഡിലൂടെ വണ്ടി പാഞ്ഞു പോകുമ്പോഴും രാജേന്ദ്രവർമ്മയുടെ നോട്ടം മുഴുവൻ അവൾ വരച്ച ആ ചിത്രത്തിലായിരുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയുടെ നിഷ്കളങ്കത ആ ചിത്രത്തിൽ കാണാമായിരുന്നു. അങ്ങനെ അവർ ആശുപത്രിയിലെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച രാജേന്ദ്രവർമ്മയെ ഒരു നിമിഷം ഒന്ന് ഞെട്ടിച്ചു. അതെ, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒട്ടേറെ രോഗികൾ അവിടെ ചികിത്സയ്ക്ക് വേണ്ടി കിടക്കുന്നു. ആ രോഗികൾക്കിടയിൽ മീനുക്കുട്ടിയുടെ അമ്മയും തളർന്ന് അവശയായി കിടക്കുന്നുണ്ടായിരുന്നു. മീനുക്കുട്ടി ഓടിച്ചെന്ന് അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു, അമ്മേ, ഞാൻ വന്നു, എൻ്റെ കൂടെ ഒരു സാറുമുണ്ട് അമ്മയുടെ ജീവൻ രക്ഷിക്കുവാൻ. എന്നാൽ മീനുക്കുട്ടിയുടെ ആ വാക്ക് തീരും മുൻപ് ഒരു നഴ്സ് ഗൗരവത്തിൽ അവിടേക്ക് വന്നു. മീനുക്കുട്ടിയോട് ഉറക്കെ തന്നെ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അമ്മയെ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകുവാൻ? ഇവിടെ ചികിത്സ കിട്ടണമെങ്കിൽ പണം വേണം, അല്ലാതെ സഹതാപം കൊണ്ട് ഒന്നും നടക്കുകയില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ മറ്റൊരു ശബ്ദം അവിടേക്ക് മുഴങ്ങി. എത്രയാണ് ഇവിടെ അടയ്ക്കുവാനുള്ളത്? വർമ്മ മുൻപോട്ട് വന്നു. വർമ്മയെ ഒരു നിമിഷം കണ്ടപ്പോൾ നേഴ്സ് ഒന്ന് പരിഭ്രമിച്ചു. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, സാർ, അത് 10,000 രൂപയോളം. വർമ്മ തൻ്റെ ഫോണെടുത്ത് ആശുപത്രി സൂപ്രണ്ടിനെ വിളിച്ചു. ഇത് വർമ്മയാണ്. 15-ാം വാർഡിലെ ഗൗരി എന്ന രോഗിയെ ഇപ്പോൾ തന്നെ VIP ചികിത്സയിലേക്ക് മാറ്റണം. ചികിത്സ എത്ര വേഗം തുടങ്ങണം. എത്ര പണം വേണമെങ്കിലും എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തോളൂ. ഒരു സെക്കൻഡ് പോലും വീക്ഷിക്കരുത്. ഏറ്റവും നല്ല ചികിത്സ തന്നെ കൊടുക്കണം. നിമിഷം നേരം കൊണ്ട് ശ്രീദേവിക്ക് VIP ചികിത്സ കിട്ടി. നഴ്സുമാർ എല്ലാവരും മീനുക്കുട്ടിയെയും ശ്രീദേവിയും ബഹുമാനിക്കുവാൻ തുടങ്ങി. മീനുക്കുട്ടി കൈകൾ കൂപ്പി വർമ്മയോട് നന്ദി പറഞ്ഞു. വർമ്മ മീനുക്കുട്ടിയെ ചേർത്ത് പിടിച്ചു. എന്നാൽ മീനുക്കുട്ടിയെ അന്ന് രാത്രി വർമ്മയുടെ വീട്ടിലേക്ക് വിളിച്ചെങ്കിലും അമ്മയുടെ അരികിൽ നിൽക്കുവാനായിരുന്നു മീനുക്കുട്ടിക്ക് താല്പര്യം. എന്നാൽ വർമ്മ പിന്നെയും വിട്ടില്ല. ശ്രീദേവിയുടെ അരികിൽ ഒരു ഹോം നഴ്സിനെ ഏർപ്പെടുത്തി സ്നേഹത്തോടെ മീനുക്കുട്ടിയെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ വലിയ ബംഗ്ലാവിലേക്ക് യാത്ര തിരിച്ചു. മീനുക്കുട്ടി ക്ഷീണത്തിൽ തന്നെ ആ ബംഗ്ലാവിലെത്തിയപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങി. ഉറക്കമുണർന്ന മീനുക്കുട്ടി നോക്കുമ്പോൾ ഒന്ന് ഞെട്ടി. ഒരു മായാലോകത്ത് ഏർപ്പെട്ടതുപോലെ തോന്നി അവൾക്ക്. പതുപതുത്ത മെത്ത, കൊട്ടാരം പോലെയുള്ള വീട്. അന്ന് രാവിലെ തന്നെ മീനുക്കുട്ടിക്ക് പുതിയ ഉടുപ്പും അവളെ അണിയിച്ച് ഒരുക്കി വർമ്മ തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ സ്റ്റാഫിനോട് എല്ലാവരോടും കൂടി പറഞ്ഞു, ഈ കുട്ടി ഇനി എൻ്റെ ഒപ്പം ഉണ്ടാകും. ഈ സ്ഥാപനത്തിൽ ഞാൻ വരുമ്പോൾ ഇവളുമുണ്ടാകും. എല്ലാവരും ഇവളെ എൻ്റെ മോളെ പോലെ തന്നെ കാണണം. അങ്ങനെ വർമ്മ തൻ്റെ ക്യാബിനോട് ചേർന്ന് ഒരു മേശയും കസേരയും മീനുക്കുട്ടിക്ക് വേണ്ടി ഒരുക്കി. ആ മേശയുടെ അരികിൽ നിറയെ പാനിയും കളിപ്പാട്ടവും എല്ലാം കൊണ്ട് നിറഞ്ഞതായിരുന്നു. അവിടെ വർമ്മ അവളുടെ കളിയും ചിരിയും നോക്കി ക്യാബിനിലിരുന്നു. എന്നാൽ ഈ സന്തോഷത്തിൻ്റെ ഇടയിൽ അസൂയയുടെയും പകയുടെയും ഒരാൾ നടക്കുന്നുണ്ടായിരുന്നു. കമ്പനിയിലെ മാർക്കറ്റിംഗ് ഹെഡായ സ്റ്റെല്ല ഇതെല്ലാം കൊണ്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നു. അവൾ വർമ്മ മീനുക്കുട്ടിയെ ഇതുപോലെ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റെല്ലയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും വർമ്മയെ വിവാഹം കഴിക്കണം, കോടിക്കണക്കിന് സ്വത്തിന് ഉടമയാകണം എന്നായിരുന്നു. എന്നാൽ അതിനിടയിലേക്കാണ് മീനുക്കുട്ടി കടന്നു വരുന്നത്. സ്റ്റെല്ല എങ്ങനെയെങ്കിലും മീനുക്കുട്ടിയെയും ശ്രീദേവിയെയും വർമ്മയിൽ നിന്ന് അകറ്റണമെന്ന ഉദ്ദേശത്തിൽ ഫോണെടുത്തു
ഒരു സ്വകാര്യ അന്വേഷകനെ വിളിക്കുന്നു. ശേഷം സ്റ്റെല്ല പറയുന്നു, ഞാനൊരു കുട്ടിയുടെയും അമ്മയുടെയും ഫോട്ടോസും വിവരങ്ങളും പറയാം. അവരുടെ എല്ലാ വിവരങ്ങളും എനിക്കറിയണം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയണം. അതും എത്രയും വേഗം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ശ്രീദേവി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. വർമ്മ അവർക്ക് വേണ്ടി നഗരത്തിലെ വലിയൊരു വീട് ഒരുക്കിയിരുന്നു. ശ്രീദേവിക്ക് മീനുക്കുട്ടിയോടും മീനുക്കുട്ടിക്ക് ശ്രീദേവിയോടുമുള്ള സ്നേഹം കണ്ട് വർമ്മ ഒരു ദിവസം കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വൈകുന്നേരം സ്റ്റെല്ല വർമ്മയുടെ ക്യാബിനിലേക്ക് വന്നു. ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, മീനുക്കുട്ടിയും അവളുടെ അമ്മയും നിന്നെ ഇത്ര നാളായി പറ്റിക്കുകയായിരുന്നു. വർമ്മ ഒരു നിമിഷത്തേക്ക് ഒന്ന് ഞെട്ടി. നീ എന്താണ് ഈ പറയുന്നത്? സ്റ്റെല്ല പിന്നെയും ചേർത്തു. സ്റ്റെല്ല ഒരു കടലാസ് എടുത്ത് വർമ്മയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് അതിനുള്ള തെളിവുകൾ. ആ ശ്രീദേവിയുടെ മകളല്ല മീനുക്കുട്ടി. അതിനുള്ള എല്ലാ തെളിവുകളും ഇതിലുണ്ട്. നിന്റെ സ്വത്തുക്കളും മറ്റും അടിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വേഷം കിട്ടിയത്. വർമ്മ ഉടനെ തന്നെ സ്റ്റെല്ലയുടെ കയ്യിൽ നിന്ന് ആ ഫയലുകളും രേഖകളെല്ലാം വാങ്ങി പരിശോധിച്ചു. സ്റ്റെല്ല പറഞ്ഞതെല്ലാം ശരിയാണ്. മീനുക്കുട്ടിയും ശ്രീദേവിയുടെ മകളെല്ലാം. വർമ്മ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. അവർ എന്നെ അപ്പോൾ ചതിക്കുകയായിരുന്നു. ആ ഫയലിൽ ഗൗരി ജോലി ചെയ്തിരുന്ന സ്ഥലവും മീനുക്കുട്ടി അവളുടെ കയ്യിൽ കിട്ടിയതും എല്ലാം ആ ഫയലിലുണ്ടായിരുന്നു. 7 വർഷം മുൻപ് ശ്രീദേവി ജോലി ചെയ്യുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഒരു കുഞ്ഞുമായി പ്രത്യക്ഷപ്പെടുകയായിരുന്നു. വർമ്മയുടെ ഉള്ളിൽ സംശയത്തിൻ്റെ വിത്തുകൾ മുളച്ചു. ഇനി നമ്മൾ എന്തു ചെയ്യും? വർമ്മ സ്റ്റെല്ലയോട് ചോദിച്ചു. സ്റ്റെല്ല ഉടനെ തന്നെ പറഞ്ഞു, നാളെ തന്നെ നമുക്കൊരു പത്രസമ്മേളനം വിളിക്കാം. ഇവരുടെ കള്ളത്തരം എല്ലാം പൊളിക്കണം. ഒരു തെരുവ് പെൺകുട്ടിക്ക് ഉള്ളതല്ല നിന്റെ ഈ ബിസിനസ്. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും ഇത് കണ്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ്. അവരൊന്നും സമ്മതിക്കുകയില്ല ഇങ്ങനൊരു തെരുവ് പെൺകുട്ടിയെ വളർത്തുവാൻ വേണ്ടി തന്നെ. സ്റ്റെല്ലയുടെ വിഷം കലർന്ന വാക്കുകൾ കേട്ട് വർമ്മ അതിന് സമ്മതം മൂളി. അന്ന് രാത്രി വർമ്മ വീട്ടിൽ പോയിട്ട് ഉറങ്ങുവാൻ പറ്റിയേയില്ല. ശ്രീദേവിയെ പോലൊരു സ്ത്രീ എന്നെ വഞ്ചിക്കുമോ? വർമ്മ നേരെ ശ്രീദേവിയുടെ അടുത്തേക്ക് ചെന്നു. രാത്രി വൈകി വർമ്മ വന്നത്. വർമ്മയെ കണ്ട് ശ്രീദേവി ഒന്ന് ഭയന്നു. എന്നാൽ വർമ്മ ദേഷ്യത്തോടെ തന്നെ ശ്രീദേവിയോട് ചോദിച്ചു, മീനുക്കുട്ടി നിന്റെ മകളല്ല അല്ലേ? നീ കള്ളം പറയരുത്. വർമ്മയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീദേവി ഒന്ന് ഞെട്ടി. പിന്നെ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, മീനുക്കുട്ടി എൻ്റെ മകളല്ല, എൻ്റെ ചോരയല്ല, പക്ഷേ എൻ്റെ ജീവനാണ്. ഗൗരി അവിടെ ഇരുന്ന് ഉറക്കെ പൊട്ടിക്കരയുവാൻ തുടങ്ങി. എന്നാൽ ഗൗരിയുടെ ഈ വാക്കുകൾ വർമ്മയെ ഒന്ന് ഞെട്ടിച്ചു. ഗൗരി വിതുമ്പലോടെ ആ കഥ പറഞ്ഞു. 7 വർഷം മുൻപ് ഞാനൊരു കടയിൽ ജോലി ചെയ്തിരുന്നു. ഒരു രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ നഗരത്തിലെ പേരുകേട്ട വൃന്ദാവനം ഹോട്ടലിൻ്റെ ബാക്കിൽ നിന്ന് പഴയ തുണിയിൽ പൊതിഞ്ഞ ഒരു പെൺകുട്ടിയെ അന്നെനിക്ക് കിട്ടി. ആർക്കും വേണ്ടാത്ത രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ട് ആ കുട്ടിയെ ഞാൻ കണ്ടപ്പോൾ അവളെ എടുത്തു എൻ്റെ മാറോട് ചേർത്തു. ഞാൻ അവളെ വളർത്തി. അവൾക്ക് ഞാൻ മീനുകുട്ടി എന്ന് പേരിട്ടു. എൻ്റെ സ്വന്തം മകളെ പോലെ ഞാൻ അവളെ നോക്കി. അവൾക്ക് ഇതൊന്നും അറിയില്ല. അവൾക്ക് എഴുതുന്നത് ഞാനാണ് അവളുടെ പെറ്റമ്മ എന്നാണ്. ദയവായി അവളോട് ഈ കഥയൊന്നും പറയരുത്. പക്ഷേ വൃന്ദാവന ഹോട്ടൽ എന്ന് പേര് കേട്ടപ്പോൾ വർമ്മ ഒന്ന് ഞെട്ടി. കാരണം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കഥ. അന്ന് വർമ്മ സാധാരണ രീതിയിൽ ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് ശ്രുതി എന്ന പാവപ്പെട്ട ഒരു കുട്ടിയെ വർമ്മ പരിചയപ്പെടുന്നത്. ഏറെ വൈകാതെ തന്നെ വർമ്മ ശ്രുതിയുമായി അടുത്തു. അവർ പരസ്പരം സ്നേഹിക്കുവാൻ തുടങ്ങി. വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചു. ഒരു രജിസ്റ്റർ മാരേജ് ആയി അവരുടെ വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചു. അവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അടുത്തു. ആ സമയത്താണ് ശ്രുതി ഗർഭിണിയാണെന്ന് അറിഞ്ഞത്. അപ്പോഴും വർമ്മ പിന്മാറിയില്ല. പക്ഷേ അതേസമയം വർമ്മയുടെ ബിസിനസ് തകർന്നിരുന്നു. കോടികളുടെ നഷ്ടവും ഒക്കെയായപ്പോൾ അതിൽ നിന്ന് കരകയറുവാൻ വിദേശത്തേക്ക് വർമ്മയ്ക്ക് പോകേണ്ടി വന്നു. ശ്രുതിയോട് പറഞ്ഞു, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടായിരുന്നു വർമ്മ ശ്രുതിയുടെ അരികിൽ നിന്ന് അങ്ങ് ഗൾഫിലേക്ക് പോയത്. എന്നാൽ കാര്യങ്ങളെല്ലാം തലകീഴായി മറിഞ്ഞത് നിമിഷ നേരം കൊണ്ടായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ശ്രുതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പ്രസവത്തിൻ്റെ ഗുരുതരാവസ്ഥയിൽ തന്നെ പ്രസവത്തിനിടയിൽ ശ്രുതി മരിച്ചു. ആ മരണത്തോടെ ശ്രുതിയുടെ വീട്ടുകാർ അവിവാഹിതയായ മകളുടെ ഗർഭം മറയ്ക്കുവാൻ ശ്രമിച്ചു. ആ നാണക്കേളിൽ നിന്ന് രക്ഷപ്പെടുവാൻ രാത്രി മറവിൽ കുഞ്ഞിനെ ആ വൃന്ദാവന ഹോട്ടലിൻ്റെ ബാക്കിൽ കൊണ്ട് ഉപേക്ഷിച്ചു. ശ്രുതിയുടെ മരണവാർത്ത വർമ്മ അറിഞ്ഞപ്പോൾ വളരെ നേരം വൈകി. വർമ്മ നാട്ടിലെത്തി കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിച്ചു. കുഞ്ഞ് ജീവനോടെ ഇല്ല എന്നാണ് ആദ്യം അവർ പറഞ്ഞത്.
എന്നാൽ പിന്നീട് സത്യമെല്ലാം അവർ പറഞ്ഞു. നാണക്കേട് കൊണ്ടും ശ്രുതിയുടെ സഹോദരിമാരുടെ ഭാവിയെ ആലോചിച്ചിട്ടുമാണ് അവർ വൃന്ദാവന ഹോട്ടലിന്റെ ബേക്കിൽ ആ കുട്ടിയെ ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞു. എന്നാൽ വർമ്മ ഉടനെ തന്നെ അവിടെയെല്ലാം അന്വേഷിച്ചു. പക്ഷേ ആ കുഞ്ഞിനെ അവിടെ കാണുവാൻ പറ്റുകയില്ല. അന്നു മുതൽ വർമ്മയുടെ ജീവിതം മുൾമുനയിലായി. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കണ്ടെത്തണമെന്ന് കരുതി കുറെ അന്വേഷിച്ചു. പക്ഷേ കാര്യമുണ്ടായിരുന്നില്ല. പിന്നീട് വർമ്മ വേറെ വിവാഹം കഴിച്ചില്ല. പണം ജീവിതമാർഗമാക്കി. വർമ്മ ഈ സമ്പാദിക്കുന്നതെല്ലാം തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. തൻ്റെ മകൾ എന്നെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ. എന്നാൽ പിറ്റേന്ന് രാവിലെ പുലർന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയും കൊണ്ടാണ്. കോടീശ്വരനെ കൊടുക്കുവാൻ വന്ന തട്ടിപ്പ് സംഘമായ അമ്മയും മകളും പിടിയിൽ. സ്റ്റെല്ല സന്തോഷം കൊണ്ട് നിറഞ്ഞു സ്റ്റെല്ലയുടെ മനസ്സ്. സ്റ്റെല്ല ആ വാർത്ത ഒരു കാട്ടുതീ പോലെ പടർത്തി. എന്നാൽ മറുഭാഗത്ത് മീനുക്കുട്ടി തൻ്റെ മകളാണെന്ന്, താൻ ഇത്രയും കാലം തേടി നടന്ന മകളാണ് എന്ന് വർമ്മ തിരിച്ചറിയുന്നു. എന്നാലും വർമ്മയ്ക്ക് ഒരു സംശയമുണ്ടായിരുന്നു. ഇത് തന്നെയാണ് എൻ്റെ മകളെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ വർമ്മ ഒരു തീരുമാനത്തിലെത്തുന്നു. ഒരു DNA ടെസ്റ്റ് നടത്തുവാൻ. അങ്ങനെ മീനുക്കുട്ടിയുടെയും വർമ്മയുടെയും ബ്ലഡ് സാമ്പിളുകൾ ശേഖരിച്ച് രഹസ്യമായി DNA ടെസ്റ്റ് നടത്തുവാൻ വർമ്മ എല്ലാവർക്കും ചെയ്യുന്നു. DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് അറിയുവാൻ 2 ദിവസം എടുക്കും. എന്നാൽ മറുഭാഗത്ത് എല്ലാം കണ്ട് പേടിച്ച് മീനുക്കുട്ടി വർമ്മയുടെ വലിയ ബംഗ്ലാവിൽ ഇരിക്കുകയാണ്. വർമ്മ മീനുക്കുട്ടിയെ ആ വലിയ ബംഗ്ലാവിൽ ഇരുത്തി സംരക്ഷിച്ചു. റിസൾട്ട് വരുവാൻ ഇനിയും 2 ദിവസം എടുക്കും. ശ്രീദേവിയെ സ്റ്റെല്ലയുടെ ആളുകൾ ഉപദ്രവിക്കാതിരിക്കുവാൻ വേണ്ടി സെക്യൂരിറ്റിയെ ശ്രീദേവിയുടെ വീട്ടിൽ ഏർപ്പെടുത്തി. സ്റ്റെല്ല വർമ്മയോട് ദേഷ്യത്തിൽ പറഞ്ഞു, തെളിവുകളെല്ലാം അവർക്ക് എതിരെ കിട്ടിയിട്ടും നീ അവരെ സംരക്ഷിക്കുന്നത് എന്തിനാണ്? വർമ്മ സ്റ്റെല്ലയുടെ ആ വാക്കിന് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ 2 ദിവസങ്ങൾ കഴിഞ്ഞു. ഒടുവിൽ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. അതെ, മീനുക്കുട്ടി തൻ്റെ മകളാണെന്ന വാർത്ത വർമ്മ ഒടുവിൽ അറിയുന്നു. വർമ്മ ആ റിസൾട്ട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഇത് തൻ്റെ സ്വന്തം മകളാണ്, ഒരു തെരുവ് പെൺകുട്ടി അല്ല, എൻ്റെ കോടിക്കണക്കിന് സ്വത്തിൻ്റെ ഒരേ ഒരു അവകാശി. വർമ്മ നേരെ വലിയ വർമ്മയുടെ ഓഫീസിലേക്ക് തിരിച്ചു. ഓഫീസിൽ സ്റ്റെല്ല പത്രക്കാരോടും എല്ലാം മീനുക്കുട്ടിയെക്കുറിച്ചും അവളുടെ അമ്മയെയും കുറിച്ചും പറയുകയായിരുന്നു. വർമ്മ അവിടേക്ക് ഇടിച്ചു കയറി ഉറക്കെ പറഞ്ഞു, സ്റ്റെല്ല പറയുന്നതെല്ലാം ശരിയാണ്. മീനുക്കുട്ടി ശ്രീദേവിയുടെ മകളല്ല, പക്ഷേ അവൾ എൻ്റെ ചോരയാണ്, എൻ്റെ രക്തം. DNA ടെസ്റ്റ് വർമ്മ ഉയർത്തി കാണിക്കുന്നു. സ്റ്റെല്ല ഒരു നിമിഷം ഞെട്ടുന്നു. വർമ്മ നേരെ ശ്രീദേവിയുടെ അരികിലേക്ക് ചെന്നു. ശ്രീദേവിയോട് വർമ്മ കൈകൾ കൂപ്പി നന്ദി പറഞ്ഞു. നിറക്കണ്ണുകളുമായി വർമ്മ പറഞ്ഞു, അന്ന് ശ്രീദേവി രക്ഷിച്ചത് എൻ്റെ സ്വന്തം മകളാണ്. ശ്രീദേവി വർമ്മയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. പിന്നീട് നിറക്കണ്ണുകളുമായി ശ്രീദേവി പറഞ്ഞു, എനിക്ക് മീനുക്കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി ഏതോ വലിയ വീട്ടിൽ ജനിച്ച കുട്ടിയാണെന്ന്. ശ്രീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അങ്ങനെ ശ്രീദേവിയും കൊണ്ട് വർമ്മ തൻ്റെ വലിയ ബംഗ്ലാവിലേക്ക് പോയി, മീനുക്കുട്ടിയുടെ അരികിലേക്ക്. മീനുക്കുട്ടിയെ കണ്ടപ്പോൾ വർമ്മ ഓടിച്ചെന്ന് മീനുക്കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനാണ് നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു ഉറക്കെ പൊട്ടിക്കരഞ്ഞ് മീനുക്കുട്ടിയെ ചേർത്ത് പിടിച്ചു. മീനുക്കുട്ടി ഒന്നും മനസ്സിലാകാതെ വർമ്മയെയും ചേർത്ത് പിടിച്ചു. മീനുക്കുട്ടി വർമ്മയോട് ചോദിച്ചു, അപ്പോൾ എൻ്റെ അമ്മ? വർമ്മ നേരെ ശ്രീദേവിയുടെ അരികിലേക്ക് തിരിഞ്ഞു. നിൻ്റെ അമ്മയും വന്നിട്ടുണ്ട് എൻ്റെ ഒപ്പം. മീനുക്കുട്ടിക്ക് സന്തോഷമായി. അവൾ ശ്രീദേവിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. അങ്ങനെ മീനുക്കുട്ടി വർമ്മയെയും ശ്രീദേവിയെയും ചേർത്ത് പിടിച്ചു. വർമ്മ ശ്രീദേവിയോട് പറഞ്ഞു, ഇനി മീനുക്കുട്ടിക്ക് അമ്മയുമുണ്ട് അച്ഛനുമുണ്ട്. ശ്രീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അങ്ങനെ വർമ്മ പറഞ്ഞു ശ്രീദേവിയോട്, ഇനി മീനുക്കുട്ടിയുടെ അമ്മയായിട്ടും നിനക്ക് ഇവിടെ തുടരാം. ശ്രീദേവി ആദ്യമൊന്നും സമ്മതിച്ചില്ല. എന്നാൽ മീനുക്കുട്ടിയുടെ നിഷ്കളങ്കത കണ്ട് ഒടുവിൽ ശ്രീദേവി സമ്മതം മൂളുന്നു. അങ്ങനെ ശ്രീദേവിയും വർമ്മയും മീനുക്കുട്ടിയും ആ വലിയ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നു. പതിയെ പതിയെ വർമ്മയും ശ്രീദേവിയും തമ്മിലടുക്കുന്നു. അങ്ങനെ അവർ സ്നേഹത്തോടെ തന്നെ ആ വലിയ വീട്ടിൽ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി കഴിയുന്നു.